നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി, അതായത് 1201 ആണ്ട് കുംഭമാസം 7-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുവാരം. അപ്പോൾ പരമഗുരുവിൻ്റെ ദിവസമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷമുണ്ടെങ്കിലും ഗുരുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാറിപ്പോവും. അപ്പോൾ ഇന്ന് ഗുരുവാരം, അതിനൊപ്പം തന്നെ പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതിക്ക് ഒരു പ്രത്യേകത എന്താണ്? ഗുരുവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ്. ഗുരുവിൻ്റെ ദശയിലാണ് പൂരുരുട്ടാതി. ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ തന്നെ അത് പൂരുരുട്ടാതി ഗുരുവിൻ്റെ ദശയിലാണ് ജനിക്കണേ. അപ്പോൾ ഗുരുവായിട്ട് അത്ര ബന്ധപ്പെട്ട നക്ഷത്രവും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ശോഭനമായ ദിവസമാണ്. ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ദിവസങ്ങൾ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ. അത്ര നല്ല ദിവസമാണ്. എന്ന് വെച്ചാൽ എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസത്തെ വിനിയോഗിച്ചോളണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാവട്ടെ, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാനാവട്ടെ, ഒരു ആപ്ലിക്കേഷൻ അയക്കാനാവട്ടെ, ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനാവട്ടെ, ഒരാളിനെ മീറ്റ് ചെയ്യാനാവട്ടെ, ഒരു ഇൻക്രിമെൻറ്റിന് വേണ്ടി സംസാരിക്കാനാവട്ടെ, പ്രൊമോഷന് വേണ്ടി സംസാരിക്കാനാവട്ടെ, ഒരു ലോണിന് വേണ്ടി ഇറങ്ങാനാവട്ടെ, ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. കുംഭമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. ഏതൊക്കെ രീതിയിൽ പുരോഗതി? പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു വർഷവും. ചിലപ്പോൾ നമുക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ ഒക്കെ വരും, ഇതുപോലെ ഒരു വർഷം കിട്ടണമെന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങണം. ഉദ്യോഗത്തിന് ശ്രമിക്കാനാവട്ടെ, ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കാനാവട്ടെ, വേറെ ജോലിയിലേക്ക് മാറാനാവട്ടെ, തൊഴിൽ തുടങ്ങാനാവട്ടെ, പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, അതുപോലെ ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും സുപ്രധാനമായ ഒരു വർഷമാണ്. റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ബാങ്കിങ് മേഖലയാവട്ടെ, ലോട്ടറി മേഖലയാവട്ടെ, ശരിക്ക് മറ്റ് ഊഹക്കച്ചവടങ്ങളിലാവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, ഇങ്ങനത്തെ ഉള്ള മേഖലകളിലെല്ലാം പ്രവർത്തിച്ചാൽ ഏറ്റവും ശോഭിക്കുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇറങ്ങണം, അത് വിജയത്തിലേക്ക് വരും. അല്ലാത്തവരും പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങണം. ഒരു വർഷത്തെ വേസ്റ്റ് ചെയ്ത് കളയരുത്. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാവുകാലം 1:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. ശരിക്ക് രാവുകാല സമയം വരുന്നത് 2:06 തുടങ്ങും. 3:34 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ശുഭകാര്യങ്ങൾക്ക് ഒന്നും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:42 തൊട്ട് 11:10 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:46 തൊട്ട് 8:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും ശുഭ ദിവസമാണ്, ശുഭമുഹൂർത്തമുള്ള ദിവസമാണ്. എങ്കിലും മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് കാര്യത്തിനും എടുക്കാം. 12:14 തൊട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. 1:02 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ സൂക്ഷിക്കണം. ശുഭ്രവസ്ത്രം ധരിച്ച്, പ്രത്യേകിച്ച് മഞ്ഞ വസ്ത്രം, ഗോൾഡൻ കളറുകൾ, മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് വിജയ സാധ്യത കൂട്ടും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വർദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.